എന്നാലും എൻ്റെ കാപ്പേട്ട, ഈ കോപ്പ് തരം എന്നോട് കാട്ടേണ്ടായിരുന്നു എന്നാണ് മോൻസ് ജോസഫ് ഇപ്പോൾ വിലപിക്കുന്നത്. ഇയാളെ കൊണ്ട് വലിയ പൊല്ലാപ്പായി പോയല്ലോ. മോൻസും പെട്ടു. ചോദിക്കുന്നത് മറ്റ് പ്രതിപക്ഷ നേതാക്കളുടെ മണ്ഡലങ്ങളിലൊക്കെ വികസനമുണ്ട്, അപ്പൊ ഇവിടെ നടക്കാത്ത എം എൽ എ കഴിവുകേടാണ് എന്നാണ് അവർ പറയുന്നത്. മോൻസ് ജോസഫിന്റെ മണ്ഡലത്തിൽ ഒരു വികസനമില്ല. പാലായിലെ വികസനമില്ലായ്മയെ പറ്റി മാധ്യമങ്ങളോട് സംസാരിച്ച കൂട്ടത്തിലാണ് കാപ്പൻ നിഷ്കളങ്കമായി ഇങ്ങനെ പറഞ്ഞത്. ഒരഭിപ്രായം പറഞ്ഞൂടെ? അഭിപ്രായം പറയണം. കടുത്തുരുത്തിൽ വികസനങ്ങളുടെ പേമാരി ചൊരിയുകയായിരുന്നു എന്ന മോൻസിന്റെ വാദഗതികളെ അപ്രസക്തമാക്കുന്ന രീതിയിലാണ് കാപ്പന്റെ പ്രതികരണം. മോൻസിനെതിരെ എവിടെ തുടങ്ങണമെന്നറിയാതെ ഇരട്ടത്ത് തപ്പിയിരുന്ന നിർമ്മല ജിമ്മിക്ക് വീണ് കിട്ടിയ ആയുധമായി മാറിയിരിക്കുകയാണ് കാപ്പന്റെ ഈ പ്രതികരണം. വികസന കാര്യത്തിൽ മോൻസും കാപ്പനും ചേട്ടനും അനിയനുമാണ്. നല്ല ഭക്ഷണം കഴിക്കുക, സ്വയം വികസിക്കുക എന്ന നയമാണ് അവർ നാളിതുവരെ അനുവർത്തിച്ചു പോകുന്നത്. എന്നാൽ അത് തുറന്നു കാണിക്കാൻ ഇരു മണ്ഡലങ്ങളിലും ആരുമില്ലാതെ പോയെന്നത് കേരള കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധവും. കാപ്പൻ ജയിച്ചതോടെ വ്യക്തിപരമായ ആക്ഷേപമാകുമോ എന്ന സംശയം കൊണ്ടാണ് ജോസ് കെ മാണി കാപ്പനെയും വികസനമില്ലായ്മയും പറ്റി ഒരക്ഷരവും പറഞ്ഞ് വിമർശിക്കാത്തത്. കടുത്തുരുത്തിയിലും മറിച്ചൊന്നുമല്ല സംഭവിച്ചത്. കടുത്തുരുത്തി പട്ടണത്തിലെ തിരക്കൊഴിവാക്കാൻ ഒരു സമാന്തര ബൈപ്പാസ് നിർമ്മിക്കാൻ പണി ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ഇതുവരെ അതൊന്ന് പൂർത്തിയാക്കാൻ അവിടുത്തെ MLA എന്ന നിലയിൽ മോൻസിന് കഴിഞ്ഞിട്ടില്ല. MP എന്ന നിലയിൽ ജോസ് കെ മാണി തന്റെ കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലത്തിലും അനുവദിച്ച പദ്ധതികളുടെ ഭാഗമായി വന്ന വികസനങ്ങൾ തന്റെ പേരിൽ ചേർക്കാനുള്ള ശ്രമം മാത്രമാണ് മോൻസ് അവിടെ നടത്തിയിട്ടുള്ളത്. അത് തുറന്നു കാണിക്കാൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ നിർമ്മല ജിമ്മിക്ക് സാധിച്ചിട്ടുമുണ്ട്. കേരള കോൺഗ്രസിലെ ഫൈമി കാമുകരായ 8 പേരുടെ പരസ്പരമുള്ള തല്ലുമാലയായിരുന്നു കടുത്തുരുത്തിയിൽ നാളിതുവരെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തമായി ഇത്തവണ മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന ഏക ഉദ്ദേശത്തോടു കൂടി എല്ലാവരും നിർമ്മല ജിമ്മിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കൂടെ ഉണ്ടെന്നുള്ളത് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. മാത്രമല്ല, പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് മത്സരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മണ്ഡലത്തെ ഉഴുതുമറിച്ച് ഒരു പരുവപ്പെടുത്തി നിർത്തിയിരുന്ന സമയത്താണ് പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് ജോസ് കെ മാണി തീരുമാനിച്ചതും റോഷി പ്രഖ്യാപിച്ചതും. റോഷിയുടെ പ്രഖ്യാപനത്തെ അന്ന് പലരും വക്രീകരിച്ച് കണ്ടുവെങ്കിലും കേരള കോൺഗ്രസ് പാർട്ടിയിലെ രാഷ്ട്രീയ ബോധമുള്ളവരുടെ ഗ്രഹപാഠത്തിന്റെ ബാക്കി പത്രമായിരുന്നു റോഷി അഗസ്റ്റിന്റെ ആ പ്രഖ്യാപനം. ജോസ് കെ മാണിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ മത്സരിക്കാൻ കരുതി വെച്ചിരുന്ന ഏറ്റുമാനൂർ മണ്ഡലം നിർമ്മല ജിമ്മിയാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞതോടെ കോൺഗ്രസിന് അത് വിട്ടുകൊടുത്തു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. ഏതായാലും മധ്യ കേരളത്തിലെ ഈ 2 UDF മണ്ഡലങ്ങളാണ് ചോദ്യചിഹ്നവുമായി സമ്മതിദായകരുടെ ഇടയിൽ നിൽക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാനാകും.